മാജിക് കോസ്മെറ്റിക് ബോക്സ് എടുത്ത് ഉപയോഗിച്ചാരാ? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ഈ മാജിക് ടൂൾസ് ഉപയോഗിച്ചത് ആരാണെന്ന്. നിന്റെ ഈ മാജിക് സാധനം ഇവിടെ ആരെടുത്ത് ഉപയോഗിക്കാനാ? നിന്റെ ഒരു സാധനം ഇവിടെ ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇതാരോ കാര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നീ തന്നെ ആയിരിക്കും ഉപയോഗിച്ചത്. കൊറേ ദിവസങ്ങൾ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാ ഓർമ്മ വരാത്തെ. എന്റെ ഓർമ്മയ്ക്ക് ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. ഈ സാധനം ഞാൻ പോലും ഉപയോഗിച്ചിട്ടില്ല. ഫോണിൽ നിന്ന് വരുത്തിയ ഐറ്റംസാ. എന്റെ അടുത്ത് ചോദിക്കാതെ നിങ്ങൾ ഇതെടുത്ത് ഉപയോഗിച്ചത് ഒട്ടും ശരിയായില്ല. ഈ സാധനം ഉപയോഗിച്ചല്ലേ നമ്മൾ പ്രേതരൂപമായത്. ഇപ്പൊ അതിനെ പറ്റി മിണ്ടണ്ട, പ്രശ്നം രൂക്ഷാവും. സത്യം പറ, ഇതാരാ എടുത്ത് യൂസ് ചെയ്തത്? യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോട് ചോദിച്ചൂടായിരുന്നോ? ചോദിക്കാൻ നിന്നെ ഫോണിൽ കിട്ടണ്ടേ? അത് ശരി. അപ്പൊ നീ ആയത് എന്നോട് ചോദിക്കാൻ എടുത്തത്? എനിക്കിതെടുത്ത് മുഖത്ത് പൂശേണ്ട ഗതിയുടെ ഒന്നുമില്ല. ആവശ്യത്തിന് സൗന്ദര്യം എനിക്കുണ്ട്. നീ നീ വെറുതെ എന്റെ മുന്നിൽ കിടന്ന് ഉരുളല്ലേ? ചെയ്ത കാര്യം ചെയ്തു നിങ്ങൾ സമ്മതിക്കും. ഇവളെ ഞാൻ അനു കലിപ്പിലാണല്ലോ. ഇവളുടെ സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ച പ്രശ്നമായോ? നമ്മളല്ലല്ലോ, ആരവല്ലേ ഈ സാധനം എടുത്തേ. ആരവന്റെ കാര്യം നീ മിണ്ടല്ലേ. ആരവാണെന്നറിഞ്ഞാ അനു അവന്റെ നേരെ ചെല്ലും. അവൻ ഇവിടുന്ന് പുറത്താക്കും. ആരവന്റെ കാര്യം മിണ്ടണ്ട. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇതെടുത്ത് ഉപയോഗിച്ചത് ഒട്ടും ശരിയായില്ല. ഇത് വലിയ ചതിയായി പോയി. അനു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ല അനു. അവിടെ എന്താ വഴക്ക്? അനുവിന്റെ ഒച്ചയാണല്ലോ. നിങ്ങൾ എന്തിനാ ഇത് എടുത്തത്? എന്തായാലും പുറത്തുനിന്ന് ആരും വന്ന് എടുക്കില്ലല്ലോ. ഇനി ഇവര് തമ്മിൽ അടിയായോ? അനു, ഇനിയിപ്പോ ആരെങ്കിലും എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ. ആരെടുത്താണെങ്കിലും അറിയാതെ എടുത്തതായിരിക്കും അല്ലേ? നീ അതങ്ങ് ക്ഷമിച്ചാളാ. എനിക്ക് പറ്റില്ല. ഇത് മാത്രം ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഇത് ഞാൻ മാസങ്ങളോളം കാത്തിരുന്ന് സ്പെയിനിൽ നിന്ന് വരുത്തിയ സാധനങ്ങളാ. സ്പെയിനിൽ നിന്ന് വരുത്തിയ സാധനമാണെന്ന് അറിയാതെയാണോ ആരും ഇതെടുത്ത് പെരുമാറിയത്? ആരവന്റെ പേര് മിണ്ടല്ലേ. നമ്മളോട് ഇങ്ങനെ പറയുമ്പോ ആരവനോട് എന്തായിരിക്കും? ഇത് ചെയ്തത് ആരാണെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മനപ്രയാസമുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇവളുടെ മാജിക്കൽ കോസ്മെറ്റിക് സാധനങ്ങളെ ആരോ എടുത്ത് ഉപയോഗിച്ചു. ഓ, അതാണ് പ്രശ്നം. അതാരെന്ന് പറഞ്ഞില്ലെങ്കിലേ ഇവളിവിടുന്ന് ഇറങ്ങി പോകുന്ന പോലെയാ സംസാരിക്കുന്നേ. ആരോ എടുത്തത് ആരെങ്കിലും ആവട്ടെ. അതിപ്പോ പറഞ്ഞാൽ എന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ? അനു, നീ ഇതൊരു പ്രശ്നമാക്കണ്ട. അത് അവിടെ കൊണ്ട് വെക്കേ. ഇല്ല, ഇതാരാ എടുത്ത് ഉപയോഗിച്ചെന്ന് എനിക്ക് അറിയണം. ആരായാലും ഞാൻ ക്ഷമിക്കില്ല. അനു, തന്റെ സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ച ആരാന്ന് അറിഞ്ഞ തന്റെ പ്രശ്നം തീരുവോ? ഇതെടുത്ത് ഉപയോഗിച്ചത് ഞാനാ. തീർന്ന് ആരവന്റെ കാര്യം കട്ടപ്പോകാം. നീയാണോ ഇതെടുത്തേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തു പോയതാ. ആരവൺ എടുത്തത് നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നേ? അത് കൊള്ളാം. അതെന്താ ഇവരെടുത്ത പ്രശ്നമില്ലേ? ഞങ്ങളെടുത്തോന്ന് സംശയിച്ചാണല്ലോ നീ ഇതുവരെ ദേഷ്യപ്പെട്ടത്. ഇപ്പൊ നിന്റെ ദേഷ്യമൊക്കെ എവിടെ പോയി? അതെന്താ അനു, ആരവൻ നിന്റെ മാജിക് സാധനങ്ങൾ എടുത്തപ്പോ നീ എന്താ അവനോട് ദേഷ്യപ്പെടാത്ത? ഇവനെടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവന് കുറച്ച് മാജിക് ഒക്കെ അറിയാലോ. മാജിക് അറിയാത്ത നിങ്ങൾ ഇതൊക്കെ എടുത്താ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അനുവിന്റെ പിണക്കൊക്കെ ഇപ്പൊ മാറിയില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. അപ്പൊ പ്രശ്നം പരിഹരിച്ചല്ലോ. എല്ലാവരും കിടന്ന് ഉറങ്ങും. കിടക്ക്. നീ ഉറങ്ങും. അല്ല, നീ എന്താ നോയിക്കൊണ്ട് നിക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അത് ശരി. നിങ്ങളുടെ വഴക്ക് തീർക്കാൻ ഞാൻ വേണോ അല്ലേ? വഴക്ക് തീർത്തപ്പോ നിങ്ങളെല്ലാം ഒറ്റക്കിട്ട്. അപ്പൊ എന്നെ വേണ്ട. പോയി കിടന്ന് ഉറങ്ങടാ. ഗുഡ് നൈറ്റ്. വഴക്കൊക്കെ കോംപ്രമൈസ് ആയെന്ന് കരുതി
പതിവ് സ്ഥാനൊന്നും തെറ്റിക്കണ്ട. അപ്പുറത്ത് പോയെ. അങ്ങോട്ട് ആ അത് ശരിയാണല്ലോ. നീ അപ്പുറത്തല്ലേ കിടക്കുന്നേ? എണീക്കടി. ഒന്നോട് ഉറങ്ങുവോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെവിടെ പോയി? ഇവിടെയാണല്ലോ വെച്ചത്. ഇവിടുന്ന് ആരാ അതെടുത്ത് മാറ്റിയത്? ജോസഫേട്ടായിരിക്കോ? സാറെന്താ തിരയുന്നേ? കഴിഞ്ഞ ദിവസം ഒരു കൊറിയർ വന്നില്ലായിരുന്നോ? അതെ, ഞാൻ നാട്ടിൽ പോയ ദിവസം വന്ന കൊറിയറല്ലേ? ആ, അത് സാർ പുറത്തെ ഷെഡിൽ നിന്ന് എടുത്തായിരുന്നല്ലോ. അത് കിട്ടിയെന്ന് സാർ എന്നെ വിളിച്ച് പറഞ്ഞതാണല്ലോ. അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചേ. അതിപ്പോ കാണാനില്ല. ഇവിടെ വെച്ചെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും സാർ. ഞാൻ നോക്കട്ടെ. അവിടെ എല്ലാം ഞാൻ നോക്കിയതാ. ഞാൻ ഇവിടെ കൊണ്ടുവച്ച സാധനം ആരെടുത്ത് മാറ്റിയത്? ഇവിടെ ഞാനും ജോസഫേട്ടനല്ലാതെ വേറെ ആരുമില്ല. ഞാനത് കണ്ടില്ല സാർ. മറ്റെവിടെയെങ്കിലും മറന്നു വെച്ചതാണോ സാർ? എനിക്ക് ഒരു മറവിയില്ല. ഞാൻ ഇവിടെ തന്നെ വെച്ചത്. അത് പിന്നെ എവിടെ പോയി? അത് പുതിയ ഓജബോർഡിന്റെ പാർട്സ് ആയതുകൊണ്ട് ജോസഫേട്ട എതിർത്ത് മാറ്റി വെച്ചാണെന്നാ എന്റെ സംശയം. പുതിയ ഓജ ബോർഡോ? ആ കൊറിയർ അതായിരുന്നോ? അത് ഞാൻ ഇപ്പോഴാണല്ലോ സാർ അറിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന സാറിന്റെ പപ്പയുടെ ഓജ ബോർഡ് പൂർണ്ണമായി കത്തി നശിച്ചു. അതേ സാധനം സാറ് വീണ്ടും വരുത്തിയിരിക്കണോ? ഇറ്റലിയിൽ നിന്ന് ഞാൻ വരുത്തിയ പുതിയ ഓജ ബോർഡാ അത്. അതങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. ദേ, നിങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തതാ. ആ കൊറിയർ ഈ സാധനമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു കൊറിയർ ഇവിടെ വന്നതായി സാറിനോട് ഞാൻ പറയില്ലായിരുന്നു. പക്ഷെ സാർ ഇവിടെ കൊണ്ടുവച്ച ആ കൊറിയർ ഞാൻ തൊട്ടിട്ടില്ല. കർത്താവാണ് സത്യം, ഞാനത് തൊട്ടിട്ടില്ല. ശ്ശെ. പിന്നെ അത് എവിടെ പോയി? ഇതേ ഇവിടെ വെച്ച സാധനം എങ്ങനെ പിന്നെ കാണാതാവുന്നേ? അതിന് ജോസഫേട്ടന് ഉത്തരവുണ്ടോ? ഉണ്ട് സാർ, എനിക്കതിന് വ്യക്തമായ ഉത്തരവുണ്ട്. സാറിന്റെ പുതിയ ഓജോ ബോർഡ് എടുത്ത് മാറ്റിയത് വേറെ ആരുമല്ല, സാറിന്റെ പപ്പയുടെ ആത്മാവാണത് ചെയ്തത്.